നമസ്കാരം ഫ്രണ്ട്സ്, നമുക്കിന്ന് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമുക്ക് ആദ്യം എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഡിനോട്ട്സ് ആക്ഷൻസ്, ഇവൻറ്റ്സ് ദാറ്റ് ആർ ഓൾറെഡി ഇൻ പ്രോഗ്രസ് വൈൽ വി സ്പീക്ക് അബൌട്ട് ദം. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഈ കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രോസസ്സ്, ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രോഗ്രസ്സിലാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഡിനോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഫോമാറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ING. അതായത് സബ്ജക്റ്റിനോട് കൂടിയിട്ട് ഈസ്, ആം ഓർ ആർ, ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വേർബ് വേണം. അതിൻ്റെ കൂടെ വെർബിൻ്റെ ING ഫോമുമാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോമാറ്റ്. Now let's look into it in detail. Now let's see an example. I am watching television now. ഞാനിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. See, ഇതിൽ പറയുന്നത് ഞാനിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതായത് ഈ TV കാണുക എന്നുള്ള ആക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. എങ്ങനെ പറയാം? We can say it as I am watching television now. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് എഴുതാൻ പാടുള്ളൂ? ആം. പിന്നെ നമ്മുടെ ഫോമാറ്റ് എന്താണ്? വേർബിൻ്റെ ING അല്ലേ? വേർബ് ഈസ് വാച്ച്. വാച്ച് പ്ലസ് ING, വാച്ചിങ്. സോ ഐ ആം വാച്ചിങ് ടെലിവിഷൻ നൗ. ഞാനിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അല്ലേ? ഞാൻ, വാച്ച് കാണുക, നൗ ഇപ്പോൾ. സോ ഐ ആം വാച്ചിങ് ടെലിവിഷൻ നൗ. ഞാനിപ്പോൾ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയല്ല. അങ്ങനെ വന്നാൽ നമുക്ക് എങ്ങനെ പറയാം? ഐ ആം നോട്ട് വാച്ചിങ് ടെലിവിഷൻ നൗ. നമ്മളൊരു നോട്ട് ഇൻ മിഡിൽ ആഡ് ചെയ്തു. സോ ഐ ആം നോട്ട് വാച്ചിങ് ടെലിവിഷൻ നൗ. ഞാനിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയല്ല. നൗ ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് നമ്മളോട്, വാട്ട് ആർ യു ഡൂയിങ് നൗ? നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ പറയാം? ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? I am reading newspaper now. I am reading newspaper. I am read plus ING, reading. അപ്പോൾ I am reading newspaper. ഞാനിപ്പോൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അല്ലേ? ഞാൻ, റീഡ് വായിക്കുക. സോ എങ്ങനെ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം? I am reading newspaper. ഇനി അല്ല, നമുക്ക് വേറൊരു തരത്തിൽ ചിന്തിക്കാം. ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ? ഐ ആം നോട്ട് റീഡിങ് ന്യൂസ് പേപ്പർ. അപ്പോൾ നമ്മൾ ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തു? ഒരു നോട്ട് ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കണം സെൻറ്റൻസ്? ഐ ആം നോട്ട് റീഡിങ് ന്യൂസ് പേപ്പർ. നൗ ലെറ്റ്സ് സീ അനദർ വൺ. ഹി ഈസ് പ്ലേയിങ് ടെന്നീസ്. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഹി ഡൂയിങ് നൗ? സോ നമുക്ക് മനസ്സിലായി, അവൻ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഹി, അവൻ, പ്ലേ, കളിക്കുക. സോ വാട്ട് ഈസ് ഹി ഡൂയിങ് നൗ? ഹി ഈസ് പ്ലേയിങ് ടെന്നീസ്. അവൻ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി വന്നതുകൊണ്ട് ഈസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സോ പ്ലേ പ്ലസ് ING, പ്ലേയിങ്, ദെൻ ടെന്നീസ്. സോ ഹി ഈസ് പ്ലേയിങ് ടെന്നീസ്. അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ കേസ് അല്ല, ഇനിയല്ല, അവൻ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ എങ്ങനെ പറയാം? ഹി ഈസ് നോട്ട് പ്ലേയിങ് ടെന്നീസ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ആം. ഇൻ കേസ് പ്ലൂറൽ ആണെങ്കിലോ? പ്ലൂറൽ ആണ്. അതുപോലെ യു, വി, ദേ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്.
ഇവയൊക്കെയാണ് സബ്ജക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? അപ്പോൾ നമുക്ക് ഏത് ഓക്സിലറി വെർബാണ് ഉപയോഗിക്കാൻ പറ്റുക? ആർ. യു ആർ പ്ലേയിങ്, വി ആർ പ്ലേയിങ്, ദേ ആർ പ്ലേയിങ്, ഐ ആം പ്ലേയിങ്. നൗ ലെറ്റ്സ് സീ അനദർ വൺ. സി, എപ്പോഴൊക്കെ നമുക്ക് ഈസ് ഉപയോഗിക്കാം? if the subject is singular, സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ, അതായത് ഹി, ഷീ, ഇറ്റ്, ബോയ്, ഗേൾ, ടീച്ചർ, സ്റ്റുഡൻറ്, ഡോക്ടർ, നഴ്സ്, ഇവയൊക്കെ സബ്ജക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസ് എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഹി ഈസ് പ്ലേയിങ്, ഷീ ഈസ് പ്ലേയിങ്, ആൻഡ് ഇറ്റ് ഈസ് പ്ലേയിങ്. See here, I am playing, you are playing, we are playing, they are playing, he is playing, and she is playing. Let's see a few more examples. They are playing football. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടു അല്ലേ, പ്ലൂറൽ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ആർ. ദേ എന്നുള്ള പ്ലൂറൽ ആണല്ലേ, ബഹുവചനമാണ്. സോ ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദേ, അവർ, പ്ലേ, കളിക്കുക. സോ ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നാണെങ്കിലോ? നോ, ദേ ആർ നോട്ട് പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഇപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ് നൗ? അല്ലെങ്കിൽ വാട്ട് ആർ യു ലേണിംഗ് നൗ? അപ്പോൾ നിങ്ങൾ എന്ത് ആൻസർ പറയും? ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയാം? ഐ, ഞാൻ, ലേൺ, പഠിക്കുക. സോ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയാം? ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഇനി അഥവാ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയല്ല, അങ്ങനെയെങ്കിൽ എങ്ങനെ പറയാം? ഐ ആം നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ്, ഐ ആം ലേണിംഗ് മലയാളം. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, ഞാൻ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐഡിയ ലഭിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ ടുമോറോ നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം ബൈ ഡൂയിങ് സർട്ടൻ എക്സസൈസസ്. സോ ലെറ്റ്സ് സീ ടുമോറോ വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.